ഇപ്പോൾ രാത്രി ഉണ്ടാമേ അതിനുള്ളിൽ പോയ നമ്മൾ മുകളിലില്ലേ അത് രാവിലെയാവും പിന്നെ അതിന് ആ തോണിലൊക്കെ ഇറണ്ടമ്മ. ഹലോ ഗൈസ്, അപ്പോൾ സാൻവി ഇത്ര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ നിങ്ങൾക്ക്? അവൾ പറഞ്ഞ പോലെ ഞങ്ങൾ വില്ലേജിയോ മോളിലാണ് പോകുന്നത് കേട്ടോ. ഇന്ന് വില്ലേജിയോ മോളിൽ അവൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റൂഫൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര വൻ സെറ്റപ്പാണ് അതിനകത്ത് കാണാൻ. അപ്പോൾ നമുക്ക് വില്ലേജിയോ മോളിലേക്ക് പോവാം. അപ്പം നമ്മളിതേ ടോർച്ച് ടവറിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് വില്ലേജുകളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കി നടക്കുകയാണ്. നല്ല തിരക്കാണ്, എവിടെയും പാർക്കിംഗ് ഒന്നും കിട്ടാണ്ടായിരുന്നില്ല. ഫൈനലി നമുക്കൊരു പാർക്കിംഗ് കിട്ടി. വണ്ടി നിർത്തി നമ്മൾ വില്ലേജിനകത്ത് പ്രവേശിച്ചു. പറഞ്ഞ പോലെ തന്നെ സാൻവി പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് വേറെ ലോകം തന്നെയാണ് കേട്ടോ. അതായത് എന്താ പറയുക, നമ്മൾ പുറത്ത് നമുക്ക് എത്ര ഇരുട്ടാണെങ്കിലും വില്ലേജിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ഡേ ടൈം ആയിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. കണ്ടില്ലേ, അതിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, ശരിക്കും ക്ലൗഡൊക്കെ ഇങ്ങനെ ശരിക്കും പോകുന്ന പോലെ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ വില്ലേജിനകത്ത് എന്ന് പറയുമ്പം. ഇതെങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിൽ നമുക്ക് ഈ തോണിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊക്കെ ചുറ്റിക്കറങ്ങി കാണാം. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ അതിനകത്തോട്ട് പോയില്ല. 10 റിയാലാണ് നമുക്ക് ഒരാൾക്ക് അതിനകത്ത് വരുന്ന ചാർജ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളതിൽ പോയത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം സാൻവിനെയും കൊണ്ട് ഇതുപോലെയുള്ളൊരു ട്രെയിനിലാണ് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഹംറ്റി ഡംറ്റി സാറ്റർനവാൾ, ആ പാട്ടും കുറേ ഉണ്ടായിരുന്നു. സാൻവിക്ക് അറിയാവുന്ന നമുക്കറിയാവുന്ന കുറേ പാട്ട്, കുഞ്ഞു ബേബീസിൻ്റെ സോങ്സൊക്കെ കേട്ടിട്ടാണ് നമ്മൾ അതിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് നടന്ന് കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, കുറേ ഷോപ്പുകൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഷോപ്പുകൾ. അപ്പോൾ നമുക്ക് നടന്ന് കാണുമ്പോഴേക്കും നമുക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് നമുക്കെല്ലാം ഭയങ്കര റോവായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കൂടെ ഇങ്ങനെ കയറണമെങ്കിൽ 15 റിയാലാണ്. കിഡ്സിന് ഫ്രീ ആണ്, പിന്നെ നമുക്ക് 15 റിയാലായിട്ടാണ് വരുന്നത്. അപ്പോൾ ദേ അതിനകത്ത് ഫുഡ് കോർട്ട് ഉണ്ട്, ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാൻവിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് KFC വാങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ.